ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട്ടുകാരുടെ സ്വന്തം മുട്ട മറിച്ചൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ലാർജ് എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഈ കോഴിമുട്ട ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിനിപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒന്നെങ്കിൽ നമുക്ക് ഏലക്ക പൊടിച്ചിട്ട് ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഏലക്കയുടെ കുരുമാർ. ഇനി നല്ല പോലെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇതൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി കിസ്മിസും ഒന്ന് കുക്കായി വന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി ബൾജായി വരുന്ന സമയത്ത് നമുക്കിത് ഈ ഒരു നെയ്യിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോഴിമുട്ടയുടെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ ബാക്കിയുള്ള ആ ഒരു നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വളരെ ലോ ഫ്ലെയിം ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു കോഴിമുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ വട്ടം കുറഞ്ഞ പാത്രത്തിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടിരിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ തുറന്ന് നോക്കുമ്പം ഒരു 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഫുള്ളായിട്ട് കുക്കായിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കാഷ്നട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കുക്കാവുന്നേക്കാളും മുന്നേ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കോഴിമുട്ട ആയതുകൊണ്ട് തന്നെ വളരെ കട്ടി കുറവാണ്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് പോവും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇത് ഇട്ടിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. ഏകദേശം കുക്കായിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റും കൂടെ കഴിയുമ്പോഴേക്കും നല്ലപോലെ കുക്കായിട്ട് വരും. ഇപ്പോൾ അതായത് നല്ല കുക്കായി ആ പാനിൻ്റെ സൈഡിൽ നിന്നൊക്കെ തന്നെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പം കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോഴാണ് കറക്റ്റ് കുക്കായിട്ടുണ്ടാവുക. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്യാം. ഇപ്പോൾ ചൂടാറിയപ്പം അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നൊക്കെ ഒന്ന് താഴ്ന്നു വരും. കാരണം നമ്മളിതിൽ ഫ്ലോർ ഒന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ, വെറും കോഴിമുട്ട മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ്. നിങ്ങൾക്ക് ഞാനിത് കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ വായിലിങ്ങനെ മെൽറ്റായി പോവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാൻ മതിയായിരിക്കും. ബൈ.